എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എ പ്ലസ് വിന്നേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ 11-ാം അധ്യായത്തിലെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന അല്പം ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെ രീതിയിലുള്ള പ്രോഡക്റ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് പോസസ് യൂട്ടിലിറ്റി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഗുഡ്സ്. A product is both what a seller has to sell and what a buyer has to buy. A product is one which satisfies the need of the customers. It is the most visible item also. കാണാൻ കഴിയുന്നത്, ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ സംതൃപ്തിപ്പെടുത്താൻ കഴിയുന്നത്, കച്ചവടക്കാരന് വിൽക്കാൻ ഉള്ളത്, വാങ്ങുന്നവന് വാങ്ങാനുള്ളത്, യൂട്ടിലിറ്റി പൊസസ് ചെയ്യുന്ന, ഉപയോഗം നടക്കുന്നതായിട്ടുള്ള വസ്തുവിനെയാണ് പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. എ പ്രോഡക്റ്റ് ഈസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ബി ഓഫർഡ് ടു മാർക്കറ്റ് ഫോർ അറ്റൻഷൻ, അക്വിസിഷൻ, യൂസ് ഓർ കൺസംഷൻ ദാറ്റ് മൈറ്റ് സാറ്റിസ്ഫൈ എ വാണ്ട് ഓർ നീഡ്. ഇറ്റ് ഇൻക്ലൂഡ് ഫിസിക്കൽ ഒബ്ജക്ട്സ്, സർവീസ്, പേഴ്സൺസ്, പ്ലേസ്, ഓർഗനൈസേഷൻ ആൻഡ് ഐഡിയ. ഫിലിപ്പ് കോട്ട്ലറിൻ്റെ നല്ലൊരു ഡെഫിനിഷനാണിത്. മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന, ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന, ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന, അവർക്ക് ഉപഭോഗിക്കാൻ കഴിയുന്ന വസ്തുവായിരിക്കണം. ഒപ്പം അവരുടെ ആവശ്യങ്ങൾ സംതൃപ്തിപ്പെടുത്തുന്നതായിരിക്കണം. അതുകൊണ്ട് തന്നെ അത് ഫിസിക്കൽ ഒബ്ജക്ട്സ് ആകാം, സർവീസ് ആകാം, വ്യക്തിയാകാം, സ്ഥലമാകാം, സ്ഥാപനമാകാം, ഐഡിയ ആകാം. ദ ടേം പ്രോഡക്റ്റ് ഈസ് വ്യൂ ആസ് എ ബണ്ടിൽ ഓഫ് യൂട്ടിലിറ്റീസ്. ഒരു വലിയ കൂട്ടം ഉപയോഗങ്ങൾക്ക് ചേർത്ത് വെക്കാവുന്നതാണ്. ദ യൂട്ടിലിറ്റി മേ ബി ഫിസിക്കൽ, ഫങ്ഷണൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ. മാനസികമായും ശാരീരികമായും സാമൂഹ്യമായും ഒക്കെ അതിന് ഉപയോഗങ്ങളുള്ളതാണ്. ഇൻ ദിസ് സെൻസ് പ്രൊഡക്ട്സ് ഇൻക്ലൂഡ്സ് ഫിസിക്കൽ ഗുഡ്സ്, സർവീസ്, പ്ലേസ്, ഓർഗനൈസേഷൻ ആൻഡ് ഐഡിയ. അങ്ങനെ നോക്കുമ്പോൾ സാധനങ്ങളോ സേവനങ്ങളോ സ്ഥാപനങ്ങളോ ഐഡിയാപരമായ കാര്യങ്ങളോ എന്തുമാകാം പ്രോഡക്റ്റ് എന്ന് പറയാം. പ്രോഡക്റ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു. രണ്ട് രീതിയിലാണ് പ്രോഡക്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് കൺസ്യൂമർ പ്രൊഡക്ട്സ്, രണ്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്. എന്താണ് കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് നോക്കാം. കൺസ്യൂമർ പ്രൊഡക്ട്സ് ആർ പ്രൊഡക്ട്സ് പർച്ചേസ്ഡ് ബൈ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ഫോർ പേഴ്സൺ ഓർ ഫാമിലി യൂസ്. ഫാമിലിക്ക് വേണ്ടിയോ വ്യക്തിഗതമായോ അവസാന ഉപയോഗത്തിന് വേണ്ടി മേടിക്കുന്ന സാധനങ്ങളാണ് കൺസ്യൂമർ പ്രൊഡക്ട്സ്. Consumer products are further classified as follows. ഷോപ്പിംഗ് ബേസിസിലും ഡ്യൂറബിലിറ്റി ബേസിലും, വാങ്ങുന്നതിൻ്റെ ബേസിലും നിലനിൽക്കുന്നതിൻ്റെ ബേസിലും രണ്ടായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ വാങ്ങുന്നതിന് ഷോപ്പിംഗ് ബേസ് നോക്കാം. ഓൺ ദ ബേസ് ഓഫ് ദ ടൈം ആൻഡ് എഫേർട്ട് ബയേഴ്സ് ആർ വില്ലിംഗ് ടു സ്പെൻഡ് ഇൻ ദ പർച്ചേസ് ഓഫ് പ്രൊഡക്റ്റ്, വി ക്യാൻ ക്ലാസിഫൈ ദ കൺസ്യൂമർ പ്രൊഡക്ട്സ് ഇൻ ടു 3 കാറ്റഗറി. ആളുകൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയം, എഫേർട്ട്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഷോപ്പിംഗ് ബേസിലുള്ള പ്രോഡക്റ്റിനെ വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിലൊന്ന് കൺവീനിയൻറ്റ് പ്രൊഡക്ട്സ്. ദീസ് ഗുഡ്സ് ആർ പർച്ചേസ് ഫ്രീക്വൻ്റ്ലി ആൻഡ് വിത്ത് മിനിമം എഫേർട്ട്. കുറച്ച് പരിശ്രമം കൊണ്ട് തുടർച്ചയായി വാങ്ങുന്നതാണ്. ദേ ആർ മെന്റ് ഫോർ പേഴ്സണൽ കൺവീനിയൻസ്. വ്യക്തിഗതമായ ചില ഉപയോഗങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. എക്സാമ്പിളാണ് ന്യൂസ് പേപ്പർ, സിഗരറ്റ്, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ടീ എക്സെട്ര. നമ്മൾ സോപ്പ് മേടിക്കുന്നത്, ടൂത്ത് പേസ്റ്റ് മേടിക്കുന്നത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഒരു മറച്ചു വയ്ക്കാൻ വേണ്ടി വേറെന്തിനും ഉപയോഗത്തിന് വേണ്ടിയല്ല, ഉപയോഗിക്കാൻ വേണ്ടി, നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺവീനിയൻസ് പ്രൊഡക്ട്സ്. ദീസ് പ്രൊഡക്ട്സ് ആർ പർച്ചേസ് അറ്റ് കൺവീനിയൻറ്റ് ലൊക്കേഷൻ വിത്ത് ലീസ്റ്റ് എഫേർട്ട് ആൻഡ് ടൈം. വളരെ കുറച്ച് പരിശ്രമം കൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാൻ കഴിയും. റെഗുലർ ആൻഡ് കണ്ടിന്യൂസ് ഡിമാൻഡ്. ഇതിന് ഒരു സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ്, എല്ലാ കാലത്തും ഉപയോഗിക്കുന്ന ഒരു കണ്ടിന്യൂസ് ഉപയോഗമുള്ളതാണ്. ദീസ് പ്രോഡക്ട്സ് ഹാവ് സ്മോൾ യൂണിറ്റ് ഓഫ് പർച്ചേസ് ആൻഡ് ലോ പ്രൈസ്. കുറേശ്ശെ നമ്മൾ വാങ്ങിക്കാറില്ല. വലിയ ക്വാണ്ടിറ്റി 100 കിലോ ഒന്നും മേടിച്ച് വെക്കാറില്ല. ചെറിയ പ്രൈസും ആയിരിക്കും. ഇറ്റ് ഹാസ് സ്റ്റാൻഡേർഡ് പ്രൈസ്. ഈ സാധനങ്ങളുടെ ഏകദേശം എല്ലാ പ്രോഡക്റ്റിനും ഇതേ പ്രൈസൊക്കെ തന്നെ ആയിരിക്കും, പല കമ്പനികളുടെ നോക്കിയാൽ. ദ കോമ്പറ്റീഷൻ ഇൻ ദീസ് പ്രൊഡക്ട്സ് ഈസ് ഹൈ ആൻഡ് ഹെൻസ് ഹെവി അഡ്വർടൈസ്മെൻറ്റ് ഈസ് നീഡഡ്. ഇതിന് കോമ്പറ്റീഷൻ കൂടുതലാണ്. കാരണം നിത്യോപയോഗ സാധനങ്ങൾ പല രീതിയിലുള്ളത് ആളുകൾ ഇറക്കും. ഒരേ സാധനത്തിന് തന്നെ പല പ്രോഡക്റ്റ് ഇറക്കും.
അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റ് ഒരു ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. സെയിൽസ് പ്രൊമോഷൻ ഓർ ഷോർട്ട് ടേം ഇൻസെൻറ്റീവ്സ് ആർ നീഡഡ് ഇൻ ദ മാർക്കറ്റിംഗ് ഓഫ് സച്ച് പ്രൊഡക്ട്സ്. നല്ല സെയിൽസ് പ്രൊമോഷൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇൻസെൻറ്റീവ്സ് കൊടുത്തിട്ടായാലും ഇതിൻ്റെ മാർക്കറ്റിംഗ് വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്കുള്ളത് ഷോപ്പിംഗ് പ്രോഡക്ട്സ് ആണ്. ദീസ് പ്രോഡക്ട്സ് ആർ പർച്ചേസ് ആഫ്റ്റർ കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് ക്വാളിറ്റി, പ്രൈസ്, വാറണ്ടി എക്സെട്ര ഓഫ് കോമ്പറ്റീറ്റീവ് ബ്രാൻഡ്. ഇത് വാങ്ങുന്നതിന് മുമ്പ് വളരെ കൃത്യമായ ഒരു അനാലിസിസ് നടത്തും ഈ ഷോപ്പിംഗ് പ്രോഡക്ട്സ് വാങ്ങുന്നതിന് മുമ്പ്. എന്തിനെക്കുറിച്ചൊക്കെ? അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ വാറണ്ടി, ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സാധനങ്ങളുമായി ഇതേപോലെ. ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറയുന്നുണ്ട് ഫ്രിഡ്ജ്, ക്ലോത്ത്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സ്കൂട്ടർ, കാറ് എക്സെട്ര. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ ഇതിൽ ഏത് കമ്പനിയുടെയാണ് ഏറ്റവും നല്ലത്, ഏറ്റവും വില കുറഞ്ഞ ഏതാണ്, അല്ലെങ്കിൽ വിലയുള്ളത് ഏതാണ്, വാറണ്ടി എത്ര കാലം കിട്ടും, ഇതൊക്കെ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കും. ദീസ് ആർ ഡ്യൂറബിൾ ഇൻ നേച്ചർ, നിലനിൽക്കും ഒരുപാട് കാലം. യൂണിറ്റ് പ്രൈസും അതുപോലെ തന്നെ പ്രോഫിറ്റും ഇതിന് വളരെ കൂടുതലായിരിക്കും. വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് വാങ്ങാറുള്ളൂ. റീറ്റെയിലേഴ്സ് ജനറലി പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ സെയിൽ ഓഫ് ഷോപ്പിംഗ് പ്രോഡക്ട്സ്. നമ്മൾ കടയിൽ ചെല്ലുമ്പം അവിടെ ഇരിക്കുന്ന റീറ്റെയിലേഴ്സ് വളരെ കൃത്യമായി പ്ലാൻ ചെയ്തവർ നമ്മളെ കൊണ്ടത് ഇന്നത് എടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ഷോപ്പിംഗ് പ്രോഡക്ട്സ്. മൂന്നാമത് സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ്. ദീസ് പ്രോഡക്ട്സ് ആർ പർച്ചേസ് വിത്ത് സ്പെഷ്യൽ എഫേർട്ട്. The consumers are aware of the products they want and they are willing to make special effort to purchase it. ഇതൊരു സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ്സ് ആണ്. ഇത് എപ്പോഴും ഒന്നും അവൈലബിൾ അല്ല. ഇത് വാങ്ങാൻ വേണ്ടി ആളുകൾ പ്രത്യേക എഫേർട്ട് തന്നെ എടുക്കുക. അതിൻ്റെ ഉദാഹരണമാണ് റെയർ കളക്ഷൻ ഓഫ് ആർട്ട് വർക്ക് ആൻറ്റിക്സ്. പുരാതന കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആർട്ട് വർക്ക്, ഇതൊക്കെ ആളുകൾ സ്ഥിരം വാങ്ങാറില്ല. പകരം എവിടെയെങ്കിലും ഇത് അവൈലബിൾ ആണെങ്കിൽ അവിടെ ചെന്ന് അത് വാങ്ങുകയാണ് ചെയ്യും. ഇനി ദ ഡിമാൻഡ് ഫോർ സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ് ഈസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. അതായത് അങ്ങനെ ഉറപ്പൊന്നുമില്ല എല്ലാ ദിവസവും ഇത് വാങ്ങണമെന്ന്. അത് വാങ്ങാൻ തോന്നുമ്പോൾ വാങ്ങും, വാങ്ങാൻ തോന്നണ്ടെന്ന് തോന്നുമ്പോൾ വാങ്ങത്തില്ല. ദ പ്രൈസ് ഓഫ് സച്ച് പ്രോഡക്ട്സ് ആർ ഹൈ, വളരെ വില കൂടുതലായിരിക്കും. ചില പ്രത്യേക സ്ഥലങ്ങൾ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ട് ലഭ്യമാകുകയുള്ളൂ. ഇതിൻ്റെ പ്രത്യേക ഗുണങ്ങളെ ആശ്രയിച്ച് തന്നെയാണ് അതിൻ്റെ പ്രൊമോഷൻ നടക്കുന്നത്. ഇഷ്ടമുള്ള ബ്രാൻഡ് നോക്കി, ഇഷ്ടമുള്ള രീതിയിൽ നോക്കി, ഇന്ന ഫെസിലിറ്റീസ് നോക്കിയായിരിക്കും അത് പറയാം. ആഫ്റ്റർ സെയിൽ സർവീസ് ഈസ് നീഡഡ് ഫോർ മെനി ഓഫ് ദ സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ്. പല സാധനങ്ങൾക്കും പർച്ചേസ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ സെയിൽ സർവീസിൻ്റെ ആവശ്യം ഉണ്ട്. അതായത് വിൽപ്പനാനന്തര സേവനം ആവശ്യമായിട്ടുണ്ട്. ഇനി ഡ്യൂറബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആയിട്ട് ടാഞ്ചിബിലിറ്റി. ഡ്യൂറബിലിറ്റി ബേസ് ചെയ്ത് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡ്യൂറബിൾ പ്രോഡക്റ്റ്, രണ്ട് നോൺ ഡ്യൂറബിൾ പ്രോഡക്റ്റ്. നമ്മൾ ഷോപ്പിംഗ് ആണ് പറഞ്ഞതെങ്കിൽ ഇത് ഡ്യൂറബിലിറ്റിയാണ്. നോൺ ഡ്യൂറബിൾ പ്രോഡക്റ്റ്സ് പിന്നീടുള്ളത് സർവീസാണ്. അപ്പോൾ ഡ്യൂറബിലിറ്റി നോക്കാം, ഡ്യൂറബിൾ പ്രോഡക്ട്സ് നോക്കാം. ദീസ് ഗുഡ്സ് ആർ യൂസ്ഡ് ഫോർ ലോങ് പീരീഡ് ആൻഡ് ഹാവിങ് മെനി യൂസേഴ്സ്. ഇത് കുറേ കാലഘട്ടത്തിലേക്ക് ഉപയോഗിക്കും. ഇതിന് പ്രോഫിറ്റ് വളരെ വലിയതാണ്. ഇറ്റ്സ് പ്രൊവൈഡ്സ് ഹൈ പ്രോഫിറ്റ് മാർജിൻ. ഇറ്റ് റിക്വയർസ് ഗ്രേറ്റർ പേഴ്സണൽ സെല്ലിംഗ് എഫേർട്ട് ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസ്. ദേ പർച്ചേസ് വെരി ഇൻഫ്രീക്വൻ്റ്ലി. ഇത് എപ്പോഴൊന്നും വാങ്ങത്തില്ല, വളരെ കാലങ്ങൾ കൂടിയിരിക്കുകയാണ് ഒരെണ്ണം വാങ്ങുന്നത്. ഒരുപാട് മാർജിനുള്ള ഒരു എക്സാമ്പിളാണ് TV, റെഫ്രിജറേറ്റർ, കാർ എന്നൊക്കെ പറയാം. ഇനി നമുക്ക് നോൺ ഡ്യൂറബിൾ നോക്കാം. ദീസ് ആർ പ്രൊഡക്ട്സ് വിച്ച് ഹാവ് എ ഷോർട്ടർ പീരീഡ് ഓഫ് ലൈഫ്. കമ്പാരിറ്റീവ്ലി ഷോർട്ടർ പീരീഡാണ്, കുറച്ച് കാലത്തേക്കാണ്. ദേ കൺസ്യൂംഡ് ആൻഡ് എക്സോസ്റ്റ് വെരി ഫ്രീക്വൻ്റ്ലി. ദീസ് പ്രൊഡക്ട്സ് ആർ കമാൻഡ് എ സ്മോൾ മാർജിൻ ആൻഡ് അവൈലബിൾ എവരിവെയർ ആൻഡ് ആർ ടു ബി അഡ്വർടൈസ് ഹെവിലി. ദേ ആർ പർച്ചേസ് വെരി ഫ്രീക്വൻ്റ്ലി. ഇത് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിരിക്കും. ഇതിന് അഡ്വർടൈസ്മെൻറ്റ് എപ്പോഴും വേണം. എല്ലാവരും പെട്ടെന്ന് വാങ്ങുന്നതായിരിക്കും. ഉദാഹരണമാണ് സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ഡിറ്റർജൻറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ. അതൊക്കെ എവിടെയും അവൈലബിൾ ആണ്. ഇതിന് നല്ല അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കമ്പനിയുടെ സാധനം വിറ്റഴിക്കപ്പെടത്തുള്ളൂ. അതിന് അടുത്തത് വരുന്നത് സർവീസാണ്. സർവീസ് നോക്കാം. സർവീസ് ആർ ഇൻടാഞ്ചിബിൾ, കാണാൻ പറ്റത്തില്ല. സർവീസ് ഹാവ് നോ ടാഞ്ചിബിൾ ഫിസിക്കൽ ഫോം ബട്ട് ദ ബെനിഫിറ്റ്സ് ആർ കേപ്പബിൾ ഓഫ് ബീയിങ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ബയേഴ്സ്. കാണാൻ പറ്റത്തില്ലെങ്കിൽ കൂടി ഇതിൻ്റെ പ്രയോജനം ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണമാണ് ഡ്രൈ ക്ലീനിങ്, സർവീസ് ഓഫർഡ് ബൈ ഡോക്ടർ, ലോയർ,
ഹെയർ കട്ടിംഗ്, പോസ്റ്റൽ സർവീസ്, വാച്ച് റിപ്പയറിംഗ് എക്സെട്ര. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസ്. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്? ഇൻടാഞ്ചിബിൾ ആണ്, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല, പെരിഷബിൾ ആണ്, പെരിഷബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകും. ഹൈലി വേരിയബിൾ, വളരെ വിലമതിക്കുന്ന വ്യത്യസ്തമായ രീതിയിലുള്ള സർവീസസ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സോടെ നോക്കാം. നമ്മൾ ആദ്യം പഠിച്ചത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നാണ് ഗുഡ് പ്രോഡക്ട്സിനെ. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. ദീസ് പ്രോഡക്ട്സ് ആർ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് അതർ പ്രോഡക്ട്സ്. ദേ ആർ ദ ഇൻപുട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അതർ പ്രോഡക്ട്സ്. എക്സാമ്പിൾ ടൂൾ, എൻജിൻ, മെഷീനറി എക്സെട്ര. ഈ പ്രോഡക്റ്റ്, അതായത് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത്ര നിസ്സാരമായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കാം. ക്ലാസിഫൈഡ് ഇൻ ടു വേരിയസ് ടൈപ്സ്, അതാണ് താഴെ പറയുന്നത്. ഒന്ന്, റോ മെറ്റീരിയൽ, അതായത് ദേ ആർ കൺവേർട്ടഡ് ഇൻ ടു ഫിനിഷ് ഐറ്റം. റോ മെറ്റീരിയൽസ് ആർ ഡിവൈഡഡ് ഇൻ ടു ടു. ഇതിനെ കൺവേർട്ട് ചെയ്താണ് വേറൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് രണ്ടായിട്ട്, ഒന്ന് ഫാം പ്രോഡക്റ്റ് എന്ന് പറയും, അതായത് ഇതിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ വേറെ രൂപത്തിലാക്കിയെടുക്കും. വീറ്റ്, ചോളം, കോട്ടൺ, ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നതിനെ പ്രോസസ്സ് ചെയ്ത് വേറെ ആക്കി മാറ്റുക ചെയ്യുന്നത്. ആ രൂപത്തിൽ അതിനെ കാണാനേ പറ്റത്തില്ല. നിങ്ങൾ നല്ല ചോക്കു, ഗോതമ്പിനെ പിന്നീട് ആ രൂപത്തിൽ കാണാനേ പറ്റത്തില്ല. പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, അതിനെ നമ്മൾ ആ രൂപത്തിൽ കാണാനേ പറ്റത്തില്ല. അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് വേറെ രൂപത്തിലാക്കും. എന്നാൽ നാച്ചുറൽ പ്രോഡക്ട്സ്, ഫിഷ്, അയൺ ഓർ, ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഒക്കെ, അപ്പോൾ അതെല്ലാം നമുക്ക് അതേ രൂപത്തിൽ തന്നെ കാണാനും പറ്റും. അതിനെ നാച്ചുറൽ പ്രൊഡക്ട്സ് എന്നാണ് പറയുന്നത്. രണ്ട്, സപ്ലൈസ്. ദീസ് ഡു നോട്ട് ബിക്കം എ പാർട്ട് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ബട്ട് ആർ നെസസറി ഇൻ മാനുഫാക്ചറിങ്. ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അല്ല, ഫിനിഷ്ഡ് പ്രോഡക്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ഭാഗമായിട്ട് അതിനെ മാറുകയാണ്. ഇതുണ്ടായേ പറ്റത്തുള്ളൂ ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി. എക്സാമ്പിൾ നോക്കി, നട്ട്, ബോൾട്ട്, ലൂബ്രിക്കൻ്റ് ഓയിൽ, ഇതെല്ലാം സപ്ലൈസിനകത്ത് പെടുന്നതാണ്. ഇതിൻ്റെ ഉപയോഗം കൊണ്ടാണ് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. ഇൻസ്റ്റലേഷൻസ്. ദീസ് കൺസിസ്റ്റ് ഓഫ് ഹെവി മെഷീൻസ്, ഫാക്ടറി സൈറ്റ്സ്, ട്രക്സ് ആൻഡ് അതർ ഐറ്റംസ് ഓഫ് ഹൈ ക്യാപിറ്റൽ വാല്യൂ. വലിയ മെഷീൻസും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത് ഉപയോഗിച്ചാണ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. വലിയ മെഷീൻസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, കാറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വലിയ മെഷീൻസ്. ആൻഡ് ഫോർത്ത് വൺ, അക്സസറി എക്യുപ്മെൻറ്റ്സ്. പ്രധാന മെഷീനോട് ചേർന്ന് തന്നെ വയ്ക്കുന്ന ചില അഡീഷണൽ മെഷീൻസാണ്. ആ മെഷീൻസ് ഉണ്ടെങ്കിലേ പ്രധാന മെഷീനകത്തും വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ദീസ് കംപ്രൈസ് സ്മോൾ ലെയ്ത്ത്, പോർട്ടബിൾ ഡ്രിൽ ആൻഡ് അതർ ഐറ്റംസ് ഓഫ് ലോ ക്യാപിറ്റൽ വാല്യൂ. ഇൻസ്റ്റലേഷൻസ് ഹൈ ക്യാപിറ്റൽ വാല്യൂ ആണെങ്കിൽ അക്സസറീസ് കമ്പാരിറ്റീവ്ലി ലോ ക്യാപിറ്റൽ വാല്യൂ ആണ്. ആൻഡ് ഈ ഫാബ്രിക്കേറ്റഡ് പാർട്സ്, ദീസ് ആർ പ്രീ പ്രൊഡ്യൂസ് ഐറ്റംസ് ദാറ്റ് ബിക്കം എ പാർട്ട് ഓഫ് ഫിനിഷ് പ്രോഡക്റ്റ്. വലിയ പ്രോഡക്റ്റിനോട് ചേർത്ത് വയ്ക്കുന്ന ഇതിൻ്റെയും കൂടെ സഹായം ഉണ്ടെങ്കിലേ ആ വലിയ പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള പ്രൊഡക്ട്സിനാണ് ഫാബ്രിക്കേറ്റഡ്. ഉദാഹരണം നോക്കി, കാറിൻ്റെ ടയർ, കമ്പ്യൂട്ടറിൻ്റെ മൗസ്, ഇതില്ലാതെ നമുക്കത് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഇനി നോക്കിയോ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സൂടെ. ഇതിന് കമ്പാരിറ്റീവ്ലി കുറച്ച് ബയേഴ്സേ കാണത്തുള്ളൂ. ചാനൽ ലെവൽ, വളരെ ചുരുങ്ങിയ ചാനൽ, കമ്പനിയിൽ നേരിട്ട് തന്നെ ഈ സാധനം കൊടുക്കും. ജോഗ്രാഫിക്കൽ കോൺസെൻട്രേഷൻ, ഇതെവിടെയാണോ അവൈലബിൾ ആകുന്നത് ആ സ്ഥലത്ത്, അല്ലെങ്കിൽ എവിടെയാണോ ഡിമാൻഡ് ഉണ്ടാകുന്നത് ആ സ്ഥലത്തായിരിക്കും ഇത് കൊണ്ട് വെച്ച് പ്രവർത്തിപ്പിക്കുന്നത്. ഡിറൈവ് ഡിമാൻഡ്, ആളുകളുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നതും കൂടുതൽ കൂടുതൽ ഇൻസ്റ്റോൾ ചെയ്യുന്നത്. എപ്പോഴും ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ഇതിന് ആവശ്യമാണ്. അങ്ങനെ ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടുന്ന മെഷീൻസ് ആയിരിക്കും നമ്മൾ, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആയിരിക്കും നമ്മൾ വാങ്ങുന്നത്. ഒരു സാധനം, റെസിപ്രോക്കൽ ബൈയിങ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ പർച്ചേസ് മറ്റൊരു സാധനത്തിൻ്റെ പർച്ചേസുമായി കണക്റ്റഡ് ആണ്. കാരണം അവർ പറയുന്ന പോലെ ഒരു കമ്പനി കാർ ഉൽപ്പാദിപ്പിക്കുന്നു, വേറൊരു കമ്പനി ടയർ ഉൽപ്പാദിക്കും, ഇത് രണ്ടും കൂടെ ചേർന്ന് വരും. അതിൻ്റെ ലാസ്റ്റ് വൺ ലീസിങ് ഔട്ട്. ഇത് കൂടുതലും വലിയ പ്രൈസ് ഉള്ളതായതുകൊണ്ട്
ആളുകൾ ലീസിനെടുക്കാനാണ് കൂടുതലും ശ്രമിക്കുന്നത്. അതിൻ്റെ വാടക കൊടുത്താൽ മാത്രം മതിയാവും എന്നുള്ളതുകൊണ്ട് അത് വാടകയ്ക്ക് എടുക്കാനായിരിക്കും ശ്രമിക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ വീഡിയോ അല്പം ലെങ്തി ആണെന്ന്. എന്നാൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സമയമെടുത്ത് ഇതിൻ്റെ സ്ലൈഡ് വായിച്ചു നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.